നമുക്ക് ആരോടും നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും. അഭിനയിക്കുമല്ല മോനെ, നമ്മൾ ജീവിക്കുകയാണ്. അഭിനയിക്കുന്നെന്ന് തോന്നുകയാണ് എല്ലാവർക്കും. അവർക്ക് തന്നെ തോന്നും പിന്നീട് ഞങ്ങൾ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു എന്ന്. കുഞ്ഞിക്കരയിലെ കിളി, നല്ല വർണ്ണ മനോഹരമായ കിളികളൊക്കെ വരും. അപ്പോൾ അവറ്റകൾക്ക് വന്ന് വെള്ളമൊക്കെ കുടിക്കാൻ, അരണാപല്ലി, അങ്ങനെ എല്ലാ ജീവജാലങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് വെള്ളം കുടിക്കാൻ ഞാൻ തന്നെയാണ് മോഡല്. ചോദിക്കുമ്പോഴെനിക്കത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് വരച്ചങ്ങ് കാണിക്കുന്നുണ്ടേ. ഇത് കണ്ടോ, ഇതൊക്കെ വരച്ച് വെച്ചേക്കാണ്. പൂജ മീൻസ് എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലാതെ നിരന്തരമില്ല. പലരും പറയും നിങ്ങൾ എന്ത് വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതെ, സംഭവം തന്നെയാണ്. എല്ലാവർക്കും എന്നെ പോലെ ആകണം, നാഗയെ പോലെ ആകാൻ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ സിനിമ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ലൊക്കേഷൻ. ബാങ്ക് ഉണ്ട് എനിക്ക്, ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്. എൻ്റെ കുട്ടി നന്നായി വരട്ടെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരത്തിന്റെ വീട്ടിലാണ്. സോഷ്യൽ മീഡിയ താരം എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവരുടെ ശബ്ദവീചികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ചില പ്രയോഗങ്ങൾ, ചില ശൈലികളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സസ്പെൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് വന്നിരിക്കുന്നത് നാഗസൈരന്ധ്രിയുടെ വീട്ടിലാണ്. വീട്, ആശ്രമം ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. നമസ്കാരം. നമസ്കാരം. നമ്മൾ അങ്ങനെ വീട്, ആശ്രമം ഒക്കെ എല്ലാ സ്ഥലത്തും എത്തി, ഞങ്ങൾ എത്തി അല്ലേ. ഒരു മൊത്തത്തിൽ ഒരു പച്ചപ്പും ഹരിതാപം ഒക്കെയാണ് അല്ലേ. മൊത്തം മരങ്ങള്, എന്താ നായ്ക്കുട്ടികള് എല്ലാം ഉണ്ടല്ലോ. ഫ്രണ്ടിലൊരു പാടം എല്ലാം ഉണ്ട്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി അങ്ങനെ ഒരു ജീവിതമാണ്. ഓക്കെ. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ കണ്ടത് ഈ ചിത്രം കേട്ടോ. വളരെ സുന്ദരിയായിട്ടിരിക്കുന്ന, പക്ഷെ കുറച്ച് വർഷങ്ങൾ പഴയതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് ഒരുപാട് അന്തരമുണ്ട്. കാരണം ഇത് പഠിക്കുന്ന സമയത്തുള്ളതൊന്നുമല്ല. എൻ്റെ ഏതോ ഒരു ഭക്തനാണെന്നോ ആരാധകനാണെന്നോ പറഞ്ഞ ഒരാള് ഇത് ഈ കിരീടമൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കി വെളുപ്പിച്ച് നല്ല ഭംഗിക്ക് ആക്കി വാട്സപ്പിലോ മറ്റോ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ അത് എടുത്തോണ്ട് പോയി ഞാനിത് ഇങ്ങനെ ചെയ്ത്, അദ്ദേഹം സുൽത്താനെ കൊണ്ടുപോയി ഇത്രയും ഇങ്ങനെ ചെയ്ത്. ഞാൻ പറഞ്ഞു ഈ ചിത്രം കൊള്ളാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ, അതായത് ആ ആരാധകൻ എന്ന് പറയുന്ന അയാളുടെ സൃഷ്ടി, അതായത് അയാളുടെ കരവിരുതാണ് ഈ കിരീടമൊക്കെ ഇങ്ങനെ വെച്ച് മാറ്റി. അത് ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ നന്നായിട്ട് നൈപുണ്യമുള്ളവര് ചെയ്യുന്നതാണ്. അതേപോലെ ഇവിടെ മറ്റു കുറെ ചിത്രങ്ങൾ കണ്ടല്ലോ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവിടെ ഒരു ഫ്ലെക്സിൽ കുറെ ചിത്രങ്ങൾ. അത് വാട്സപ്പിൽ എടുത്ത ചിത്രങ്ങളാണ് മോനെ. അതെന്ന് വെച്ചാല് വാട്സാപ്പ് ചിത്രങ്ങളാണ്. ആ വാട്സാപ്പ് ചിത്രത്തില് ഇതുപോലെ ഫ്ലെക്സ് അടിച്ചു വെച്ചതാണ്. കുറെ വരച്ചിട്ടുണ്ട്. അത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലേക്ക് ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അതിലായിടുന്നത്. എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ ഈ ഓരോ ചിത്രങ്ങൾക്കും? ആ നിമിഷം തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ഇടുന്നു. നോക്കുവാണെങ്കിൽ മീനുണ്ട്, പൂക്കളുണ്ട്, മരമുണ്ട്, ഒരു യുവതിയുണ്ട്, ഇലകളുണ്ട്, പക്ഷിയുണ്ട്. അത് അപ്പോൾ തോന്നുന്ന, പറഞ്ഞല്ലോ, അന്നേരം തോന്നുന്ന കാര്യങ്ങൾ വരച്ചു എഴുതിയും പറഞ്ഞും ഒക്കെ അങ്ങ് ചെയ്യുക. ഇവിടെ ഒരു മരത്തിന്റെ വീട്ടിലുണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പ്രണയ ലേഖനങ്ങളും അല്ലാതുള്ള കത്തുകളൊക്കെ ആയിരുന്നു. ഡയറി, ഇത് ഓട്ടോഗ്രാഫി ആയിരുന്നു. അപ്പൊ ഇത് മുഴുവൻ ഇത്രയും ഒരു ഉണ്ടായിരുന്നു. മഴ പെയ്ത് പോയതാ. ഇതിന്റെ ഒരു പെൺകുട്ടി വന്ന് ഇത് വായിച്ചത് കേരള ടുഡേ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിനകത്ത് അവര് വന്ന സമയത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്ത് അപ്പൊ ആ പെൺകുട്ടി വന്നാല് ഇങ്ങനെ വായിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇതിവിടെ വെച്ച് മഴവെള്ളം വീണ് എല്ലാം പോയി. ഇത് നമ്മുടെ കിളികൾക്കും ചേരയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കും. ഇടങ്ങനൊക്കെ കിളികള്, പട്ടി, പൂച്ച, അങ്ങനെ ഒക്കെ ഇവിടെ ഒത്തിരി കിളികളുണ്ട്. കാക്ക, കുഞ്ഞിക്കരയിലെ കിളി, നല്ല വർണ്ണ മനോഹരമായ കിളികളൊക്കെ വരും. അപ്പൊ അവറ്റകൾക്ക് വന്ന് വെള്ളമൊക്കെ കുടിക്കാൻ, അരണാപല്ലി, അങ്ങനെ എല്ലാ ജീവജാലങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് വെള്ളം കുടിക്കാൻ. അതിനി ഞാൻ കുളം പോലെ ആക്കുവാണ്.
ഇപ്പൊ ഞാൻ സിനിമ എടുക്കുന്നു, അപ്പൊ ഇതൊക്കെ എന്റെ ലൊക്കേഷൻ. സിനിമ ഷൂട്ടിങ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും. ഞാൻ തന്നെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർമ്മാണവും ഒക്കെ ഞാനാ. പലരും കോടികളെടുത്തുള്ള സിനിമ ഉണ്ടാക്കുന്നത്. അഭിനയിക്കുമല്ലോ മോനെ, നമ്മള് ജീവിക്കുകയാണ്. അഭിനയിക്കുന്നെന്ന് തോന്നുകയാണ് എല്ലാവർക്കും. അവരൊക്കെ തന്നെ സ്വയം അവരെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും പിന്നീട് ഞങ്ങൾ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു എന്ന്. ഇതെന്താണ് ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ ദർശനം കണ്ട്, ആ ദർശനം കണ്ട് ഒരു പുരുഷനെ ആയിരുന്നു. 5 തലയുള്ള സർപ്പം പുരുഷൻ. ഞാനൊരു സ്ത്രീ പെണ്ണായതുകൊണ്ട് ഇത് പെൺദേഹമാക്കി ഇങ്ങനെ വരച്ചിട്ടു. ഞാൻ തന്നെയാണ് മോഡല്. ഇങ്ങനെ ഒന്ന് കടന്നു നോക്കി, ഈ പൊസിഷനിലൊന്ന് കടന്നു നോക്കി, എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഈ നിറം മാറ്റിയിട്ട് മറ്റൊരു നിറം കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുകയവർക്കെല്ലാം നല്ലതേ വന്നിട്ടുള്ളൂ. കാരണം നല്ലൊരു ഫീലിംഗ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ചകളെ ഉണ്ടായിട്ടുള്ളൂ. ആർക്കും ഒരു താഴ്ച ഉണ്ടായിട്ടില്ല. അവിടെ കുറച്ച് തുണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോ ആളുകള് കൊണ്ടു തരുന്നതാണ്. അപ്പോൾ കൊണ്ടു തരുന്നത് നമ്മൾ അവിടെ ഇങ്ങനെ ഇടും. വേറെ ആളുകൾ വന്നിട്ട് ഇത് വാങ്ങിച്ചോണ്ട് പോകും. സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടോ? തയ്യൽ മെഷീൻ ഉണ്ട്. ഇതിപ്പോ മിഷൻ കേടായിരിക്കുന്നോണ്ട് ഞാൻ കൈ കൊണ്ടാണ് ഓരോന്നും തയ്ക്കുന്നത്. പിന്നെ പൂജയുണ്ടോ ഇവിടെ? പൂജ മീൻസ് എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലാതെ നിരന്തരമില്ല. നിങ്ങൾക്ക് എന്താകെ ചെയ്യണമോ അതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ്ടുണ്ട്, ഇതെല്ലാം ഞാൻ വരച്ചതാണ്. ചിത്രിണീ ദേവി, ഇത് കണ്ടോ, ഇതൊക്കെ വരച്ചു വെച്ചേക്കാണ്. ഇതാണ്ട് ഈ 2 ഫോട്ടോസുകൾ പൂവറ്റൂർ എന്ന സ്ഥലത്ത് നിന്നൊരു മോൻ വരച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. ഇത് വേറൊരു മോൻ വരച്ചുകൊണ്ട് പൂവറ്റൂരുള്ള കുട്ടികൾ എനിക്ക് വരച്ചു കൊണ്ടുവന്ന എൻ്റെ ചിത്രങ്ങൾ. പിന്നെ കാർട്ടൂൺ പോലെയുള്ള ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കും. അതായത് വേറെ രീതിയിലൊക്കെ ആയിട്ട് വരയ്ക്കാം. പണ്ട് അങ്ങനെ കുറെ ചിത്രങ്ങൾ ചോദിക്കുമ്പോഴെനിക്കത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ വരച്ചങ്ങ് കാണിക്കുന്നെ, അത് കുഴപ്പമില്ലല്ലോ. എത്ര മിനിറ്റ് എടുത്തു? ആണോ? പിന്നെ ഇതിങ്ങനെ നോക്കി വരയ്ക്കണം. അതായത് ഓരോ എന്താ പറയാ, ഈ മുടിയൊക്കെ ഇങ്ങനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറെ സമയം എടുക്കും. ഇത് പെട്ടെന്ന് വരച്ചങ്ങ് എടുത്തതാ. ശിവലിംഗം ഞാൻ പിന്നെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് എൻ്റെ തുണിശാല, സുൽത്താന എന്ന് പറയുന്ന തുണിശാലയാണ്. അതുപോലെ തന്നെ ഈ ദേവിക്ക് സുൽത്താന എന്ന പേരിലും യേശ എന്ന പേരിലും ശില്പിനി എന്ന പേരിലും ഈ ശില്പം അറിയപ്പെടുന്നു. ഇത് സാഹിത്യ ക്യാമ്പിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. സാഹിത്യം, ഞാൻ പറഞ്ഞില്ലേ, എഴുത്തിൻ്റെ ലോകത്തിരുന്നപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ നിന്നും കിട്ടിയതാണ്. എനിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ, പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ക്യാഷ് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ നിന്നും എനിക്ക് അതിനൊക്കെ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ചിത്രം വരയ്ക്ക് പ്ലേ ബട്ടൺ. അപ്പോൾ അതെനിക്ക് യൂട്യൂബിൻ്റെ അംഗീകാരമാണ്. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും എനിക്ക് അവിടെ നിന്നൊക്കെ അംഗീകാരം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. മിടുക്കത്തിയാണ്, എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ, പലരും പറയും നിങ്ങളെന്ത് വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതെ, സംഭവം തന്നെയാണ്. ഓരോ മനുഷ്യനും ആ ആള് ജീവിച്ചിരിക്കുമ്പോൾ അവർ വലിയ സംഭവം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും വലിയ സംഭവങ്ങളാ കേട്ടോ. കണ്ണ് മാത്രം വരച്ചിരിക്കുന്നു. ഏതാ മോനെ? അതെന്ന് വെച്ചാല് എനിക്കൊരു ശിഷ്യയുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥയാണ്.
അവർക്ക് പടം വരയ്ക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അപ്പോൾ ഈ പടം വരപ്പ് ഞാൻ ഈ ലൈവ് ഇട്ടിട്ട് അതിൽ വരയ്ക്കും. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളുമുണ്ട്, ശിഷ്യകളുമുണ്ട്. എല്ലാവർക്കും എന്നെപ്പോലെ ആകണം, നാഗയെപ്പോലെ ആകാൻ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഓരോ ജോലിയും ഞാൻ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ സുല്ലിടുക. എനിക്ക് അവർക്ക് എന്നോളം എത്താൻ കഴിയില്ല. ഞാൻ പറയും, മക്കളെ അതുപോലെ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല വർക്ക് ചെയ്യണം, നല്ല ജോലി ചെയ്യണം. നിങ്ങൾക്ക് അതുപോലെ പറ്റുമോ? ഇല്ല. അവർ പറയും, പിന്നെ അവരാണ് പറയുന്നത് അതുപോലെ പറ്റുന്നില്ലെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇത് പക്ഷെ പറ്റും, നമുക്ക് മെനക്കെട്ടിരുന്നാൽ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ. ബാങ്ക് ഉണ്ട് എനിക്ക്, ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്. അപ്പോൾ ബാങ്ക് ഉണ്ടെന്നൊക്കെ പറയാം, ഓരോന്നും ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അന്തം വിടും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്നും അറിയാൻ കഴിയുന്നില്ല, അല്ലേ? അപ്പം ഇതാണ് വീട്, അല്ലേ? ചാച്ചന് ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ചാച്ചന് ഇവിടെ ഇല്ല. അമ്മ, സഹോദരൻ, സുൽത്താന്, ഞാന്, എൻ്റെ പട്ടികള്, എൻ്റെ ശില്പം, എൻ്റെ തുണികള്, എൻ്റെ പ്രകൃതി. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല മുത്തേ. കാരണം ഞാൻ അങ്ങനെ ഒരു ആളാണ്. എനിക്ക് ഇവർ മാത്രമേ എൻ്റേതായിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും തന്നെ എൻ്റെ അല്ല കണ്ണാ. എനിക്കൊന്നും അവകാശപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് ആ ലെവലിലാണ് ഞാൻ ജീവിക്കുന്നത്, മനസ്സിലായോ? കാരണം ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം എൻ്റേതാണ്. പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോൾ തോന്നും ഒന്നും എൻ്റേതല്ലെന്ന് എനിക്ക് തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആൾക്കാർ കേൾക്കുവാന്നെങ്കിൽ പറയേ എൻ്റെ അടി കൊണ്ടൊന്ന് കമന്റ് ഇടുന്നതാണ്. അമ്പിളിമാവനെ കാണണമെന്ന് പറയും. അമ്പിളിമാവൻ വന്നു, മനസ്സിലായോ? പളുങ്ക് പോലുള്ള എന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് താഴെ ഇങ്ങനെ വന്ന് വീണ് കിടന്ന്, ആ കണ്ടത്തിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഞാൻ, അതെല്ലാം ദർശനങ്ങളാണ് തരുന്നത്. ഞാൻ പോയി ചെന്ന് ഇങ്ങനെ എടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ആകാശത്തിനെ കാണണമെന്ന് പറഞ്ഞു, മേഘങ്ങളെ കാണണമെന്ന് പറഞ്ഞു, അവറ്റകൾ വന്നു. പക്ഷെ അത് ഉള്ളിൽ ആദ്യം കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കും. ഞാൻ ഓരോ കാണലും പേടിയോടുകൂടി എന്നെ പേടിപ്പിക്കാതെ കാണിക്കണേന്ന് കാണിക്കാനാണ് ഞാൻ പറയുന്നത്. ഇതാണെങ്കിൽ ആദ്യം ഇങ്ങനെ ആകാശം എല്ലാം കൂടെ നമ്മുടെ ആ ഉള്ളിലേക്ക് വലിയ ഭയാനകമായിട്ട് വന്നിട്ട് കുഞ്ഞിതായിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വരും. ഭൂമിയെ കണ്ടേ പറ്റുള്ളൂ. കണ്ടു, ഇങ്ങനെയും കണ്ടു, ഉള്ളിലും കാണുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം ഞാൻ സമ്മാനം, എല്ലാവർക്കും ഞാൻ 1 രൂപയായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പൊ ഇതിനകത്ത് 1ന്റെ തുട്ടില്ല, പകരം 2ന്റെ തുട്ടാണ് കിടക്കുന്നത്. ഇന്ന പൊന്നൂസ്, ഇതിവിടെ വരുന്നവർക്ക് ഞാൻ ദക്ഷിണ കൊടുക്കുന്നതാണ് കേട്ടോ. മോൻ ഒത്തിരി പണമൊക്കെ ഉണ്ടാവട്ടെ, സമ്പത്തുണ്ടാവട്ടെ, ധനം ഉണ്ടാകട്ടെ, എൻ്റെ കുട്ടി നന്നായി വരട്ടെ കേട്ടോ. ഉണ്ടാവും, ഞാനാ പറയുന്നത്. ഞാൻ എൻ്റെ ഹൃദയം തുറന്നാണ് നിങ്ങൾക്ക് ഇത് തരുന്നത്, മനസ്സിലായോ? കാരണം എല്ലാം തരട്ടെ എന്നാ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ പിന്നെ എന്താ പറയാ, എല്ലാം ആകട്ടെന്നാ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ പറയുവോ? എല്ലാം നിങ്ങള് ആകട്ടെന്നാ പറയുന്നത്. എനിക്ക് എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മള് പ്രേക്ഷകർക്കൊപ്പം നമ്മള് നാഗസൈരന്ധ്രി ദേവിയുടെ ആശ്രമവും വീടും പിന്നെ ശില്പവും ഒക്കെ കണ്ടു കഴിഞ്ഞു, കുറെ വർത്തമാനം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയുള്ള അറിവ് വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു, പക്ഷെ അതൊക്കെ മാറി ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി, അല്ലേ? ഇതൊരാണ്. കാരണം എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അറിയുന്നവർക്കും മറ്റൊരു ഇമേജ് ആണുള്ളത്, സംസാരിച്ച് കഴിയുമ്പോൾ മാറും പോകുന്നവരെല്ലാവരും പറയുന്നു, അല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും, ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ കാണുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മൾ നേരിട്ട് അറിയുക. തീയെ തൊട്ടല്ലേ ചൂട് അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നേരിട്ട് അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പം എല്ലാവരും ഇവിടെ സ്വാഗതം ചെയ്യുന്ന ഒരു മനസ്സാണ് നാഗസൈരന്ധ്രിക്കുള്ളത്. അപ്പം വീണ്ടും കാണാം. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, ആശംസകൾ.